We shall now discuss about the work done in an adiabatic process. Adiabatic process എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിൽ there is no exchange of energy between the system and the surroundings. സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്ന് ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുമില്ല, റിലീസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിന്. നമുക്കറിയാം പി വി റേസ് ടു ഗാമ ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലേ, ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. നമ്മൾ സാധാരണ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുമ്പോൾ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ളതാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി വി ഈക്വൽ ടു മ്യൂ ആർ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു മ്യൂ ആർ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പി വി എന്നുള്ളതിൻ്റെ കൂടെ ഒരു റേസ് ടു ഗാമ. ഗാമ എന്താണ്? ഗാമ ഈസ് എ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് Cp by Cv, molar specific heat at constant pressure divided by molar specific heat at constant volume. ഇതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സപ്പോസ് ആൻ ഐഡിയൽ ഗ്യാസ് ചേഞ്ചസ് അഡിയബാറ്റിക്കലി ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് P1 V1 T1 to its final state P2 V2 T2. Then the work done during the, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമുക്ക് എഴുതാം P1, ആ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. അതായത് ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദ അഡിയബാറ്റിക് പ്രോസസ്. സോ the work done during the adiabatic change W is equal to integral V1 to V2 PdV. അല്ലേ, നേരത്തെ നമ്മൾ എഴുതിയ പോലെ ഡെൽറ്റ ഡബ്ല്യു സ്മോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഡെൽറ്റ വി ആണ്. സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി. അപ്പോൾ ഇവിടെ പിൻ്റെ വാല്യൂവിലാണ് വ്യത്യാസം വരുന്നത്. പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ വി റേസ് ടു ഗാമ അല്ലേ. പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. സോ വി ക്യാൻ റൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പി വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ V1 to V2 പിക്ക് പകരം കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ വി റേസ് ടു ഗാമ ഇൻറ്റു ഡി വി. നൗ കോൺസ്റ്റൻറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ V1 to V2 ഡി വി ബൈ വി റേസ് ടു ഗാമയാണ്. വി റേസ് ടു 1 ബൈ വി റേസ് ടു ഗാമ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? വി റേസ് ടു മൈനസ് ഗാമ എന്ന് എഴുതാം അല്ലേ. ഇത് കോൺസ്റ്റൻറ്റ് വി റേസ് ടു മൈനസ് ഗാമ ഡി വി ഇൻ്റഗ്രൽ ഫ്രം V1 to V2. ഇനി ഇൻ്റഗ്രേഷൻ്റെ ഒരു ജനറൽ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഈ ഫോർമുലേൻ്റെ ഡെറിവേഷൻ നമ്മൾ മാത്സിൽ അടുത്ത കൊല്ലം പഠിക്കുന്നുണ്ട്. സോ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്നുള്ളവിടെ ഇവിടെ എന്നിന് പകരം നമുക്ക് മൈനസ് ഗാമ, ഇവിടെ 1 ബൈ വി റേസ് ടു ഗാമ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതി? വി റേസ് ടു മൈനസ് ഗാമ. ഡിനോമിനേറ്ററിലുള്ളത് മുകളിലേക്ക് വന്നപ്പോൾ മൈനസ് ഗാമ എന്നായി. അപ്പോൾ എന്നിന് പകരം നമുക്ക് മൈനസ് ഗാമയാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കോൺസ്റ്റൻറ്റ് പിന്നെ വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1. പിന്നെ വി ഹാവ് ടു പുട്ട് ദ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഓൾസോ. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് താഴത്ത് V1 മുകളിൽ V2 ആണ് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോൺസ്റ്റൻറ്റ് ഇൻറ്റു വി എന്നുള്ളതിന് പകരം അപ്പർ ലിമിറ്റ് V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ലോവർ ലിമിറ്റ് V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഈ മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളത് താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ളതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1 മൈനസ് ഗാമ എന്ന് എഴുതാം അല്ലേ. മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? വി എന്നുള്ളതിന് ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു V2 മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
Okay, so here integral v1 to v2 p dv. ആ p എന്നുള്ളതിന് പകരം നമ്മൾ ഇക്വേഷൻ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ 1ൽ നിന്ന് പിക്ക് പകരം കോൺസ്റ്റൻറ്റ് ബൈ വി റേസ് ടു ഗാമ, ആ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു ഇൻ്റഗ്രൽ സൈനിൻ്റെ. പിന്നെ ഡി വി ബൈ വി റേസ് ടു ഗാമ എന്നുള്ളതിനെ വി റേസ് ടു മൈനസ് ഗാമ എന്ന് എഴുതി, ഡിനോമിനേറ്ററിലുള്ളതിനെ മുകളിലേക്ക് എടുത്ത് എഴുതി. എന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് മൈനസ് ഗാമ പ്ലസ് 1 ഇട്ട് ചെയ്തു. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റൻറ്റിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ആദ്യത്തെ ടേമിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് പറയുന്നത് എന്താണ്? പി വി റേസ് ടു ഗാമയാണ്. ആദ്യത്തെ ടേമിൽ നമ്മൾ കോൺസ്റ്റൻറ്റിന് പകരം P2 V2 റേസ് ടു ഗാമ എന്ന് എടുക്കുന്നു. ഇത് ക്യാൻസലായി പോകാൻ വേണ്ടി, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ടേമിൽ കോൺസ്റ്റൻറ്റിന് പകരം, ഇപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഈ ടേമിലേക്കും ഇതിന് എഴുതുമ്പോൾ 1/1 മൈനസ് ഗാമ ഇൻറ്റു ഈ കോൺസ്റ്റൻറ്റ് ഉള്ളിലേക്ക് എഴുതുമ്പോൾ ആദ്യം നമ്മൾ അതിന് പകരം P2 V2 റേസ് ടു ഗാമ. ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റിന് പകരം ആദ്യം P2 V2 റേസ് ടു ഗാമ എന്ന് എഴുതി, ഇത് ഉള്ളിലേക്ക് എടുത്തിട്ട്. പിന്നെ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 അവിടെ തന്നെ ഉണ്ട്, മൈനസ് പിന്നെ കോൺസ്റ്റൻറ്റ് ഈ ടേമിൽ എഴുതുമ്പോൾ നമ്മളതിനെ P1 V1 റേസ് ടു ഗാമ എന്ന് എഴുതി. ഇത് സിമ്പിൾ എന്താണ്, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് ഗാമ പ്ലസ് 1 ഇങ്ങനെ എഴുതി. ഇനി നോക്കൂ, V2 റേസ് ടു ഗാമയും V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഇത് രണ്ടും കൂടി ചെയ്താൽ എന്താ കിട്ടുക? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ V2 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1, ഗാമ മൈനസ് ഗാമ 0 ആയി, പിന്നെ V2 റേസ് ടു 1 വരും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 1/1 മൈനസ് ഗാമ P2 V2 മൈനസ് P1 V1. ഇവിടെയും അതേപോലെ V1 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1, ഗാമ മൈനസ് ഗാമ 0 ആയി, പിന്നെ വെറും റേസ് ടു 1 ഉള്ളൂ. Okay, so this is the equation. Now instead of P2 V2 we know that PV raised to gamma പറയുന്നത് എന്താണ്? mu r t ആണ്. അപ്പോൾ P1 V1 raised to gamma പറഞ്ഞാൽ mu r T1 അല്ലേ? അതേപോലെ നമ്മളിനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P2 V2 എന്നുള്ളതിന് പകരം we can write this as mu r T2. ഓക്കെ, mu r T2. അതേപോലെ P1 V1 എന്നുള്ളതിന് പകരം mu r T1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. mu r T2 മൈനസ് mu r T1 divided by 1 minus gamma. So the equation is mu r into T2 minus T1 divided by 1 minus gamma. അപ്പോൾ ഇതാണ് വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഇക്വേഷൻ ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്സ് എന്നുള്ളതിനെ PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നെടുത്താൽ മതി. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫ്രം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് P2 V2 ഈക്വൽ ടു mu r T2. അതേപോലെ P1 V1 ഈക്വൽ ടു mu r T1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് mu r ഇൻറ്റു T2 മൈനസ് T1 ബൈ 1 മൈനസ് ഗാമ. ഇനി ഇതിന് ചില ബുക്കുകളിൽ ഇതൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മൾ T1 ആദ്യം എഴുതുകയാണെങ്കിൽ T1 മൈനസ് T2 എന്ന് എഴുതിയാൽ പുറത്തേക്ക് ഒരു മൈനസ് സൈൻ എടുക്കണം. അപ്പോൾ ഇവിടെയും ഗാമ മൈനസ് 1 ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ mu r ഇൻറ്റു T1 മൈനസ് T2 ബൈ ഇവിടെയും താഴെയും തിരിച്ചു കഴിഞ്ഞാൽ ഗാമ മൈനസ് 1 എഴുതിയാൽ അതും ശരി തന്നെയാണ്. ഇത് രണ്ടിനെയും തിരിച്ചിട്ടാൽ ആ നെഗറ്റീവ് സൈൻ ക്യാൻസലായി പോകും, മുകളിലത്തെയും താഴത്തെയും കൂടെ. നിങ്ങൾക്ക് ഇത് പഠിക്കാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഇതിന് ശേഷം കോൺസ്റ്റൻറ്റിന് ഉള്ളിലേക്ക് എടുക്കുകയാണ്. കോൺസ്റ്റൻറ്റിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യത്തെ ടേമിൽ കോൺസ്റ്റൻറ്റിന് പകരം നമ്മൾ എടുക്കുന്നത് P2 V2 റേസ് ടു ഗാമ, രണ്ടാമത്തെ ടേമിൽ എടുക്കുന്നത് P1 V1 റേസ് ടു ഗാമ. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പിന്നെ
P2V2 മൈനസ് P1V1 എന്നുള്ളതിനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നാണ് പിന്നത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. μR T2 മൈനസ് μR T1/1 മൈനസ് ഗാമ എന്ന്. അപ്പോൾ ഇതിൽ വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്, അതായത് ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് എന്നുള്ള കേസിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ സമയത്ത് ബൈ ദ ഗ്യാസ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുമ്പോൾ W ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ആവുമ്പോൾ വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് എന്നുള്ള ആ ഒരു കേസിൽ വി ഹാവ് W ഈസ് പോസിറ്റീവ്, W ഈസ് ഗ്രേറ്റർ ദാൻ 0, or we can say the temperature difference. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്. ഡെൽറ്റ ടിയിൽ T1 ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഫൈനൽ ടെമ്പറേച്ചർ. അപ്പോൾ ഗ്യാസ് വർക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദ ഗ്യാസ് കൂൾസ് ഓൺ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഗ്യാസ് സ്വന്തം എനർജി ഉപയോഗിച്ചിട്ടാണ്, അതിന് എക്സ്ട്രാ പുറത്തുനിന്ന് എനർജി കിട്ടുന്നില്ല. ദ സിസ്റ്റം ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദി സറൗണ്ടിങ്സ്. അപ്പോൾ വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 കൂടുതലും ഫൈനൽ ടെമ്പറേച്ചർ T2 കുറവുമായിരിക്കും. T1 ഈസ് ഗ്രേറ്റർ ദാൻ T2 ആൻഡ് ദ ഗ്യാസ് കൂൾസ് ഓൺ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതേസമയം അഡിയബാറ്റിക് കംപ്രഷൻ്റെ സമയത്ത് കംപ്രഷൻ നടക്കുമ്പോൾ ഓൺ കംപ്രഷൻ we have W is less than 0, work is done on the gas. W is less than 0 എന്ന് പറഞ്ഞാൽ delta T is less than 0, or we have T1 less than T2. The temperature of the gas T2 is greater than T1. അതായത് temperature of the gas rises ഓൺ അഡിയബാറ്റിക് കംപ്രഷൻ. നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. കാരണം ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും, ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് റൈസസ്. സോ അഡിയബാറ്റിക് പ്രോസസ്സിൽ അഡിയബാറ്റിക് എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്യാസ് കൂൾ ചെയ്യും. ഗ്യാസ് സ്വന്തം എനർജി ഉപയോഗിച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലേ. വർക്ക് ഈസ് ഡൺ അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. അത് സ്വന്തം എനർജി ഉപയോഗിച്ചിട്ടാണ്, പുറത്തൊന്നും എനർജി ഇല്ല, സ്വന്തം എനർജി ഉപയോഗിച്ച് അത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ സ്വന്തം ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പാൻഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നു. സോ ഗ്യാസ് കൂൾസ് ഓൺ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതേസമയം അഡിയബാറ്റിക് കംപ്രഷൻ പറയുമ്പോൾ വി ആർ ഡൂയിങ് വർക്ക് ഓൺ ദ ഗ്യാസ്. നമ്മൾ ഗ്യാസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി വിൽ ഇൻക്രീസ് ഓർ ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്. So the gas will get heated on adiabatic compression.